നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇനി നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ഒരു കുഞ്ഞു സുന്ദരി മണി വരാൻ പോവാണ്. തപസ്വി കുട്ടി, വെൽക്കം തപസ്വി ഓൺ സ്റ്റേജ്. ഹലോ ഹലോ തപസ്സിക്കുട്ടി. എന്താ തപസ്സിക്കുട്ടി എന്ന് വിളിക്കുന്നേക്കാളും ചുന്ദരിക്കുട്ടി എന്ന് വിളിക്കാം അല്ലേ? സുന്ദരിയും പോരാ, അതൊക്കെ മേലെ സുന്ദരിക്ക് മേളില് അതിസുന്ദരി. ഞാൻ ഒരു ദിവസം 2 ഗ്ലാസ് പാല് കുടിക്കും. അതാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. കൊറേ നാളായിട്ട് ചോദിക്കണം പറഞ്ഞിരിക്കുന്നു. എത്ര വലിയ ഗ്ലാസ് ആണോ ചെറിയ ഗ്ലാസ് ആണോ? വലിയ ഗ്ലാസ്. വലിയത് ഇത്രയുള്ള 1 ലിറ്റർ പാല്. അപ്പൊ പറഞ്ഞാ മതി ഇടങ്ങഴി. പാല് കുടിക്കുന്നാണോ പറഞ്ഞ? വെള്ളം കുടിക്കുന്ന ഞാൻ കേട്ടെ. പാല് കുടിക്കും 2 ഇടങ്ങഴി പാല ഒരു ദിവസം കഴിക്കുന്ന. എന്നിട്ട് അപ്പൊ അമ്മ പറയൂലേ പാലിന്റെ കളർ വരും അല്ലേ? പിന്നെ ഡേറ്റ്സ് നട്സും പാലുമാണ് ഇതിന്റെ നട്സ്. എത്ര കിലോ കഴിക്കും? 1 കിലോ ഒരു ദിവസം? ഇത്രയും കഴിക്കുമോ നട്സ്? 4 അത്രേ ഉണ്ട്. 4 അത്രയൊക്കെ മതി. 2 ഇടങ്ങഴി പാലും 4 നട്സ്. പക്ഷെ കൊള്ളാൻ കേട്ടോ. ഈ തപസി എന്നുള്ള പേരിടാൻ കാര്യം എന്തോ? ഈ തപസ് ഇരുന്ന് കിട്ടിയ ഒരു കുട്ടിയാണോ? അതാണോ തപസി എന്നിട്ട്? അതെ, കുറെ കാലം കാത്തിരുന്ന്. കണ്ടോ മിനുട്ടി? അതെ ഇന്റലിജൻസ്. അതെ അതെ അതെ. എന്തായാലും തപസ് ഇരുന്നിട്ടാണെങ്കിലും അച്ഛൻ ഹിമാലയത്തിൽ പോയെങ്കിലും അച്ഛൻ എന്താ പറയാ മുനിയായി. ഹിമാലയത്തിലൊന്നുമല്ല, വീട്ടിൽ തന്നെ. മോളൂട്ടി, എന്തോ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? മോളെന്താ കഴിക്കുന്നേ? ഈ സൗന്ദര്യം ഇത്ര വർദ്ധിക്കാൻ? രാവിലെ ഒരു മുട്ടയും പാലും അല്ലേ? പാല് രാത്രിയെ കുടിക്കുള്ളൂ. പാലാണ് സൗന്ദര്യത്തിന്റെ മെയിൻ. കാരണം പാല് കുടിച്ചാൽ നമ്മൾ ഉറങ്ങും എളുപ്പം. മോള് രാത്രി പാല് കുടിക്കുന്നതാണ് ഇതിന്റെ വലിയൊരു സൗന്ദര്യം. രാത്രി പാല് കുടിക്കും. അപ്പൊ എനിക്ക് കൊതി വരുമ്പോ ഞാൻ ചേച്ചിയുടെ പാലൂടെ എടുത്തു. അല്ല, അമ്മേന്റെ അടുത്ത് പറഞ്ഞ അമ്മ ഒരു പാല് എക്സ്ട്രാ കലക്കി തരും. ഓക്കെ. പാലിനകത്ത് എന്തോ ഇടും? പഞ്ചസാര. മക്കളെ തേൻ ഒഴിക്കുവോ? തേൻ പാലിന്റെ അകത്തോ? നല്ലതല്ലേ? ആണോ? അടിക്കാറില്ല. അപ്പൊ എന്തായാലും ഈ നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം പാലാണ്. പാൽ. ശ്രേഷ്ഠക്കുട്ടി എന്തോ സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്ക് ശ്രേഷ്ഠക്കുട്ടി ഇങ്ങനെ മയക്കം പിടിച്ച് കാണുമ്പോ ഈ വരണ വഴിക്കൊക്കെ നമ്മൾ കാണും ഈ ചെറിയ കുട്ടികളുടെ ഷോപ്പില്ലേ, അതിന് മുമ്പിൽ ഒരു ബൊമ്മ കാണും. ബൊമ്മക്കുട്ടി പാവക്കുട്ടി നിക്കണ പോലെ ഉണ്ട്. പാവക്കുട്ടി ഒരു പാട്ട് പാടി. പാവക്കുട്ടി ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ലേ? എന്നാ ഞാൻ ബിന്നിയാന്റി എന്നെ അങ്ങനെ വിളിക്കാം. ഞങ്ങളുടെ പാവക്കുട്ടി. അല്ല, ഈ സൈസുള്ള പാവനൊക്കെ കിട്ടും ഇപ്പൊ. വലിയ പാവരുണ്ട്. ഈ വലിയ പാവയുടെ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ സിനിമ കാണാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, പക്ഷെ അവളെ ഇപ്പൊ അങ്ങനെ സിനിമ കാണിക്കരുതെന്നും പറഞ്ഞു അച്ഛനും അമ്മയും ഭയങ്കര ചീത്ത പറച്ചില്ല. എന്നെയാണ് പറയുന്നത്. എന്റെ കൂടെ ഇരുന്ന് ആ കൊച്ചു സിനിമ കണ്ട് ഈ പിള്ളേർ ഈ സിനിമയിലെ കുഞ്ഞു കുഞ്ഞു വലിയ വലിയ കാര്യങ്ങളും സംസാരങ്ങളൊക്കെ കേൾക്കൂല്ലോ. അനങ്ങാതെ ഇരുന്നോളും. 2.5 മണിക്കൂർ കഴിഞ്ഞാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങൂല. കുട്ടിപ്പണി അവളുടെ വായിന്നൊക്കെ ഇപ്പൊ കാരണം വലിയ വലിയ സിനിമകളല്ലേ കാണാം. അപ്പം ഞാൻ പിള്ളേരെ ചീത്തയാക്കുന്നു എന്ന് വല്ലാത്തൊരു ചീത്തപ്പേര് എനിക്ക്. പക്ഷെ അവളെ ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഒരു പുതപ്പൊക്കെ പുതച്ച് AC ഒക്കെ ഇട്ട് ഞങ്ങൾ 2 കൂടെ സിനിമ കാണാതിരിക്കുന്നത് ഒരു പ്രത്യേക സുഖമുള്ള. അപ്പൊ അവക്കുള്ള സ്നാക്സ് കൈവെക്കും, എനിക്കുള്ള സ്നാക്സ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ചായയും കാപ്പിയൊക്കെ കുടിച്ചിരിക്കും. അങ്ങനെ ചില സിനിമകളിൽ അവള് ചിലപ്പോൾ കൂട്ടായി വരില്ല. അവളെ കൊണ്ടുപോകല്ലോ, എപ്പോഴും എനിക്ക് കിട്ടൂലല്ലോ, സ്വന്തമല്ലല്ലോ. അപ്പത്തേക്ക് ഒരു വലിയ പാവേനെ വെച്ചിട്ടുണ്ട്, ഒരു നല്ല സൈസ്, അവളുടെ അത്ര ഹൈറ്റ്. അപ്പൊ ഈ പുള്ളിക്കാരിന്റെ സൈഡിൽ വെച്ചിട്ടിരുന്ന് സിനിമ കാണലാണ് എന്റെ. അപ്പൊ ഞാൻ ഇവളെ, നീ ഇല്ലെങ്കിൽ എനിക്ക് ഇവളുണ്ട് കേട്ടോ. ഓ മമ്മയ്ക്ക് ഡാഫഡിലിനെ മതിയല്ലേ എന്ന് പറയും. അപ്പൊ ഇത് ഇത്ര ഉണ്ട്. പാവ എത്ര വയസ്സാണേലും പാവ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് 2 ഡോറ ഉണ്ട്. ആ ഡോറ വന്ന് എന്റെ ചേച്ചിയുടെ പേരക്കുട്ടികൾ വന്ന് അത് എടുത്തോണ്ട് പോയപ്പോ മക്കളെ അത് മാത്രം ഇവിടെ വെച്ചിട്ട് പൊക്കോന്ന് നാണമില്ലാത്ത ഞാൻ അവരുടെ അമ്മുമ്മ സ്ഥാനമല്ലേ. എന്നിട്ട് പിള്ളേരുടെ ഡോറ എന്റെ ഡോറ എന്ന് പറഞ്ഞു. ആ 2 ഡോറ ഭയങ്കര ഇഷ്ടമാണ്. ശിവാംഗിയുടെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ ഞാൻ. അത് പിന്നീട് കൊടുത്തോ? ഇല്ല, ഞാൻ കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല. ഞാനും ഇതുപോലെ തിയേറ്ററിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു സ്വഭാവം. ചേച്ചിക്ക് ഇതുണ്ടല്ലേ? ഇത് ഭയങ്കര രസമായിട്ടോ. ചേട്ടന്റെ പാവയുടെ കഥ പറയും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.